പാപത്തെക്കുറിച്ച് അനുതാപമില്ലായ്മ, പാപേറ്റവരുടെ മനസ്സില്ലായ്മ, പാപമോചനം പ്രാപിക്കാനുള്ള സന്നദ്ധതയില്ലായ്മ, ഈ അവസ്ഥയിൽ പോകുന്ന ഒരു വ്യക്തിക്കും, ആ വ്യക്തി എത്ര വലിയ ക്രൈസ്തവ വിശ്വാസിയെന്ന് അവകാശപ്പെടുന്ന വ്യക്തിയോ ക്രൈസ്തവ ശുശ്രൂഷകരൊക്കെ ആണെങ്കിൽ പോലും ഈശോ കൊണ്ടുവന്ന രക്ഷയുടെ അനുഭവം എന്താണെന്ന് രുചി പോലും കിട്ടത്തില്ല. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരന്റെ പ്രിയപ്പെട്ട സഹോദരരെ, കർത്തൃ പ്രാർത്ഥനയെ കുറിച്ചുള്ള തിരുവചന വിചിന്തനത്തിന്റെ 88ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരരെ, കർത്തൃ പ്രാർത്ഥനയിലെ 7 യാചനകളിൽ 5ാമത്തെ യാചന, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും നമ്മൾ ക്ഷമിക്കണമേ. ആ ഒരു യാചനയ്ക്കകത്ത് 2 ഭാഗമുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു, നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് കിട്ടുക എന്നുള്ളതാണ് യാചനയുടെ ത്രസ്റ്റ്, പ്രധാനപ്പെട്ട ഭാഗം. പക്ഷെ അതിനുള്ളൊരു വ്യവസ്ഥ ഒപ്പം പ്രധാനപ്പെട്ടതായിട്ട് ഈശോ വെച്ചിരിക്കുന്നു. നമ്മൾ ക്ഷമിക്കുന്ന പോലെ നമ്മൾ തെറ്റ് ചെയ്തവരോട്, അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ 2ാമത്തെ ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ഈ യാചനയുടെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പാപത്തിന്റെ സാന്നിധ്യവുമായിട്ട് നീങ്ങുന്ന ഒരു വ്യക്തിക്ക് പിതാവായ ദൈവത്തിന്റെ മകനോ മകളോ ആകാനായിട്ട് പറ്റുകയില്ല. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. യോഹന്നാൻ 8:32-33 വാക്യങ്ങള്. പാപത്തിന്റെ അടിമയെന്ന് പറയുന്നത് പാപത്തിന്റെ വക്താവായ പിശാചിന്റെ അടിമയാണ്. നമ്മുടെ ദൈവരാജ്യം നരകരെല്ലാം കണ്ടു കഴിഞ്ഞതാണ്. നരകരാജ്യത്തിന്റെ അവസ്ഥ നരകത്തിന്റെ അധിപൻ പറയുന്ന അനുസരിച്ചു കൊണ്ട് പോകുന്നതാണ്. അവൻ നരകരാജ്യത്തിലാണ്, നരക അധിപന്റെ സന്തതിയായിട്ട് മാറുന്നു. പിശാചിന്റെ മക്കൾ ആരാണ്, ദൈവത്തിന്റെ മക്കൾ ആരാണ്, ഇതിനെ വ്യക്തമാണ് എന്ന് യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായത്തിന് 10-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. പിശാചിന്റെ മക്കളും ദൈവത്തിന്റെ മക്കളും നേരത്തെ കണ്ടതാണ്. 2 അപ്പന്മാര്. ശരിക്കുള്ള അപ്പൻ സ്വർഗസ്വനായ ദൈവമാണ്, ഡ്യൂപ്ലിക്കേറ്റ് അപ്പനാണ് പിശാച്. പിശാചിന്റെ സന്തതിയായിട്ട് നമ്മൾ മാറുന്നു പാവം വഴിയായിട്ട്. പിശാചിന്റെ പ്രവൃത്തി പാപമാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം നമുക്കറിയാം. പിശാചിന്റെ പ്രവൃത്തി നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവോത്തരം പ്രത്യക്ഷനായത്, പാപത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈശോ കൊണ്ടുവന്ന രക്ഷ, ദൈവോത്തരൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് നേടിയ രക്ഷ എന്ന് പറയുന്നത് പാപമോചനം വഴിയുള്ള രക്ഷയാണ്. ലൂക്കായുടെ സുവിശേഷത്തില് 1-ാമത്തെ അധ്യായത്തില് 76-77 തിരുവചനങ്ങളില് സ്നാപകന്റെ പിതാവായ സക്കറിയ സ്നാപകന്റെ പേര് എഴുത്തുപല എഴുതി കാണിക്കുമ്പോൾ നാവിന്റെ കെട്ടഴിഞ്ഞു, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കും നമ്മൾ കാണുന്നു. സക്കറിയയുടെ കീർത്തനം അതിനകത്ത് നമ്മൾ വായിക്കുകയാണ്. 76-ാം വാക്യത്തില്, നീയോ കുഞ്ഞെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. അവിടുത്തെ ജനമായ ദൈവത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കാനായിട്ടാണ്. പാപമോചനം വഴി രക്ഷ കൊടുക്കുന്നത് സ്നാപകനല്ല, അത് ഈശോയാണ്. ആ ഈശോയ്ക്ക് വഴിയൊരുക്കാനാണ് ഈ പൈതൽ വന്നിരിക്കുന്നത്. അവിടെ ഈ പാപമോചനം വഴിയുള്ള രക്ഷ ഈശോ കൊണ്ടുവരുന്നത് അതിനെക്കുറിച്ച് അറിവ് കൊടുക്കാനായിട്ടാണ് നീ അയക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈശോയുടെ രക്ഷ, ഈശോ നേടിത്തന്ന രക്ഷ പാപമോചനം വഴിയുള്ള രക്ഷയാണ്. ആ രക്ഷയിലേക്ക് നമ്മൾ വരണമെങ്കിൽ പാപമോചനത്തിന്റെ അനുഭവത്തിലേക്ക് വരണം. അതുകൊണ്ട് സ്നാപകൻ തന്റെ ദൗത്യം നിർവഹിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിന് 3-ാമത്തെ തിരുവചനം വായിക്കുന്നുണ്ട്. അവൻ പാപമോചനത്തിനായി ജലം കൊണ്ട് സ്നാനം കൊടുത്തു. പാപമോചനത്തിനായുള്ള സ്നാനം, ജലം കൊണ്ടുള്ള സ്നാനം. ഇപ്പൊ സ്നാപകന്റെ ശുശ്രൂഷ പാപമോചനത്തിലൂടെ ജനത്തെ ഈശോയ്ക്ക് വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ്. സ്നാപകൻ ബന്ധനസ്ഥനായപ്പോൾ ഈശോ ദൗത്യം ആരംഭിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 14-15 വാക്യങ്ങളില്. അപ്പൊ ഈശോ ആരംഭിക്കുന്നത് സമയസമാഗതമായി ദൈവരായി സമീപിച്ചിരിക്കുന്നു, അനുതപിക്കുവിൻ. അനുദപിച്ചുകൊണ്ട് മാത്രമേ നരകരാജ്യത്തിന്റെ അവകാശമായ പാപം ഇളകി മാറിയിട്ട് ദൈവരാജ്യത്തിലേക്ക് വരാനുള്ള അവസരം ഒരു വ്യക്തി തന്റെ ഉള്ളിൽ തുറന്നു കിട്ടുകയുള്ളൂ. പിന്നീട് ഈശോ അപ്പസ്തലന്മാർ 7 പേരോട് പ്രസംഗിക്കാൻ അയക്കുമ്പോഴും മർക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലെ 12-13 വാക്യങ്ങളിൽ കാണാം. അപ്പസ്തലന്മാർ എല്ലായിടത്തും ചുറ്റു നടന്ന് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു, അനേകം പിശാചുക്കളെ പുറത്താക്കി. അനുദപിക്കുന്ന വ്യക്തികളുടെ ഉള്ളങ്ങളില് പിശാചിന് സാന്നിധ്യവും പിടുത്തവും ഇല്ലെന്നായി പോകും. അവർ പുറത്തു പോകും. ഓസ്റ്റീനായുടെ ഡയറിയിൽ, ദൈവകരുണയുടെ ഡയറിയിൽ ആദ്യമായിട്ട് കരുണയെക്കുറിച്ചുള്ള പ്രഭാഷണം ഓസ്റ്റീനയുടെ ആത്മപിതാവായ സപ്പോച്ച്കോ അച്ഛൻ നൽകുമ്പോൾ ഈ കരുണയുടെ ഈശോ ചിത്രമൊക്കെ പ്രദർശിപ്പിക്കുന്ന ആദ്യത്തെ അവസരം, ആ പ്രസംഗം കഴിഞ്ഞ് കഴിയുമ്പോൾ
പള്ളിയിൽ പിന്നെ തിരുക്കർമ്മങ്ങളുണ്ട്. പൗഷ്ഠീന നേരത്തെ കുർബാന കൂടിയ ആളായിരിക്കാം. പള്ളിയിലെ ഈ പ്രസംഗം കഴിഞ്ഞ് കഴിയുമ്പോൾ പൗഷ്ഠീന പള്ളിയിൽ നിന്ന് ഇറങ്ങി കുർബാന മുഴുവൻ തീരാൻ വേണ്ടി നിൽക്കുന്നില്ല, മഠത്തിലേക്ക് വരികയാണ്. അങ്ങനെ പള്ളിമുറ്റത്തൂടെ നടന്ന് മഠത്തിലേക്ക് വരുമ്പോൾ കുറെ കറുത്ത രൂപങ്ങള് ഇങ്ങനെ പൗഷ്ഠീനയുടെ വഴി തടഞ്ഞുകൊണ്ട് കോപത്തോടെ ആക്രോശിച്ചുകൊണ്ട് പ്രതിഷ്ഠപ്പെടുന്ന രംഗം പൗഷ്ഠീന തന്നെ ഡയറി പങ്കുവെക്കുന്നുണ്ട്. അപ്പൊ പൗഷ്ഠീന അവിടെ ചോദിക്കുന്ന ചോദ്യമുണ്ട് ആശ്ചര്യത്തോട്, ഇത്രയധികം പേര് നിങ്ങൾ പിശാചുക്കൾ എവിടുന്ന് വന്നു? അപ്പോൾ അവര് പറയുന്ന മറുപടി, ഞങ്ങൾ മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് ഇറങ്ങിയതാ എന്ന് പറയുമ്പം ആ മനുഷ്യ ഹൃദയങ്ങൾ ഏത് മനുഷ്യ ഹൃദയങ്ങളാ? പള്ളിയില് ആ സമയത്ത് നടക്കുന്ന തിരുക്കർമ്മം, ആ തിരുക്കർമ്മത്തെ സംബന്ധിക്കുന്ന എത്ര പേരുണ്ടായിരിക്കും? ഒരുപക്ഷെ ഒരു 500 പേര് പള്ളിക്കകത്ത്. ആദ്യം അച്ഛന്റെ പ്രസംഗം കേൾക്കുമ്പോൾ അത് ശ്രദ്ധിക്കുന്ന എത്ര പേര് കാണും? പകുതി പേര് കാണും. ആ പകുതി പേര് 250 പേര് ശ്രദ്ധിക്കുന്നു. 250 പേര് ശ്രദ്ധിച്ചാൽ തന്നെ എത്ര പേര് അത് എടുക്കും? വിശ്വാസത്തോടെ എടുത്ത് പ്രതികരിക്കും? അതിന്റെ പകുതി കൂട്ടിക്കോ, ഒരു 150 പേരെന്ന് കൂട്ടിക്കോ. അങ്ങനെ അനുദപിച്ച സൊപ്പോച്കോ അച്ഛൻ ദൈവ കരുണയെക്കുറിച്ച് നടത്തിയ പ്രഭാഷണം കേട്ട് ദൈവത്തിന്റെ കരുണയിലേക്ക് വരാനുള്ളൊരു പ്രതീക്ഷ തെളിഞ്ഞിട്ട് തങ്ങളുടെ പാപങ്ങളിലേക്ക് നോക്കി അനുദപിക്കുന്ന ഉള്ളത്തോടെ ദൈവമേ എന്നൊന്ന് വിളിക്കാനായിട്ട് സാധിച്ച ഈ പറഞ്ഞൊരു 150 പേര്, അപ്പോൾ അവരുടെ ഉള്ളങ്ങളിൽ അതുവരെ ആധിപത്യം എടുത്ത് കിട്ടുന്ന പിശാചുക്കള് പുറത്തായി. അങ്ങനെ പുറത്തു ചാടിയതുങ്ങൾ ഇത്ര അധികം പേരെന്ന് ഭവിഷ്യനെ പറഞ്ഞിരിക്കുക. ഇവിടുന്ന് ഇത്ര അധികം പേര്, ഇത്രയും പേരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉള്ളങ്ങളിൽ നിന്ന് പോലും പുറത്തു വന്ന് പിശാചുക്കൾ എപ്പോഴും അനുദപിച്ചപ്പം ഇത്ര അധികം പേര്. പാപം എവിടെയോ പിശാചിന് അവിടെ അവകാശമുണ്ട്. അതുകൊണ്ടാണ് അനുദപിക്കണമെന്ന് അപ്പസ്തലന്മാർ പ്രസംഗിച്ച് പിശാചുക്കളെ ബഹിഷ്കരിച്ചു. പിന്നീട് ഈശോന്റെ ദൗത്യം എല്ലാം പൂർത്തീകരിച്ച് സ്വർഗത്തിലേക്ക് പോകുമ്പം ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തില് 47-ാം തിരുവചനത്തില് സ്വർഗാരോഹണത്തിന് മുൻപ് അപ്പസ്തലന്മാർക്ക് തന്റെ പ്രസംഗ ദൗത്യം ഈശോ ഏൽപ്പിക്കുന്ന കാണാം. അവിടെ ഈശോ പറയുന്നത് നമുക്കവിടെ വായിക്കാൻ പറ്റുന്നത്, പാപമോചനത്തിനുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് ലോകത്തിന്റെ അതിർത്തികൾ വരെ പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു, നിങ്ങൾ അവയ്ക്ക് സാക്ഷികളാണ്. അപ്പൊ ഈശോ പറഞ്ഞിരിക്കുന്ന പ്രസംഗ വിഷയം ശ്രദ്ധിച്ചോ? പാപമോചനത്തിനുള്ള അനുതാപം വേണം പ്രസംഗിക്കാൻ. കണ്ടോ, പാപമോചനം കിട്ടണം, അതിനുള്ള അനുതാപം ഉണ്ടാവണം. ഇതാണ് സുവിശേഷത്തിന്റെ മർമ്മം. സുവിശേഷത്തിന്റെ മർമ്മം അതാണ്. നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ നമ്മളൊരു മർമ്മം എടുക്കുന്നുണ്ടെങ്കിൽ, തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, ഓരോ പ്രാവശ്യം വചനത്തിലൂടെ കടന്നു പോകുമ്പോഴും വചനം വെളിച്ചമെടുക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലെ ചില പൈശാചിക അവകാശങ്ങൾ പതിഞ്ഞു കിടക്കുന്ന ചില മേഖലകളെ കുറിച്ചുള്ള ഒരു പുതിയ അവബോധം ഉണ്ടാവും, അനുതാപം ഉണ്ടാവും. അതാണ് സുവിശേഷത്തിന്റെ പ്രവർത്തനം. ഒരു വചനം നമ്മിലേക്ക് ഇറങ്ങുന്നതിന്റെ ഒന്നാമത്തെ പ്രതികരണം, ചലനം നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ടത്. സുവിശേഷ പ്രസംഗം പറയുന്നതോട് ദൗത്യം ഇത് തന്നെയാണ്. ഈശോ പറഞ്ഞു കൊടുത്ത സുവിശേഷ പ്രഘോഷണ വിഷയം പാപമോചനത്തിനുള്ള അനുതാപം പ്രസംഗിക്കുക എന്നുള്ളതാണ്. വേറെ അതും ഇതും കഥകളും തമാശകളും ഒന്നും പറഞ്ഞ് ആൾക്കാരെ രസിപ്പിക്കുക എന്നുള്ളതല്ല ഈ ഒരു കോറായ വിഷയം. ഈ ഒരു കൽപ്പന ശിരസ വഹിച്ച അപ്പസ്തലന്മാര് ആദ്യമായിട്ട് കൽപ്പന അനുസരിച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ച് പെന്തക്കോസ്ത് തിരുനാളിലാണല്ലോ. പെന്തക്കോസ്ത് തിരുനാളിലെ പത്രോസിന്റെ പ്രസംഗം അപ്പസ്തല പ്രവർത്തനം 2-ാമത്തെ അധ്യായത്തില് അത് കേട്ട് നിന്ന ആൾക്കാര് ഈ പ്രസംഗം കേട്ടപ്പോൾ അവർക്കുണ്ടായ അനുഭവം എന്താണ്? 37-38 വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം ഞൊറുങ്ങി പത്രോസിനോടും മറ്റു സഹോദരന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? കണ്ട, ഹൃദയം ഞൊറുങ്ങി. പാപമോചനത്തിനുള്ള അനുതാപം പ്രസംഗിക്കണം. പത്രോസിന്റെ പ്രസംഗം അങ്ങനെയായിരുന്നു. അത് കേട്ട ആൾക്കാർക്ക് അനുതാപം ഉണ്ടായി, ഹൃദയം ഞൊറുങ്ങി. അവർ കരയുന്ന അവസ്ഥയിൽ വന്ന് ചോദിക്കുക, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പത്രോസിന്റെ മറുപടി എന്താണ്? വീണ്ടും ഇത് തന്നെയാണ്, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന, പരിശുദ്ധാത്മാവ് നയിക്കുന്ന അവസ്ഥയാണ് ദൈവരാജ്യ അനുഭവം, ദൈവത്തിന്റെ മക്കളാവുന്ന അവസ്ഥ. കഴിഞ്ഞ സെഷൻ കാണുകയുണ്ടായില്ലേ? റോമ 8:14-15 പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത്? നമ്മളെ സഹായിക്കുന്നത് അബാ എന്ന് ദൈവത്തെ വിളിക്കാൻ സഹായിക്കുക. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ അബ്ബാ എന്ന് വിളിക്കാറാകും, ദൈവത്തിന്റെ മക്കളായിട്ട് മാറും. അതാണ് സ്വർഗസ്ഥനായ പിതാവെന്ന് പ്രാർത്ഥനയുടെ മുഴുവൻ ചൈതന്യം. അതാണ് അപ്പാ എന്ന് ദൈവത്തെ വിളിക്കാൻ സഹായിക്കുക. അത് തടസ്സം എന്താണ്? പാപം, പിശാച് അനുസരിക്കുന്ന അവസ്ഥ. അപ്പൊ അതിൽ നിന്ന് നമ്മളെ തെറ്റ് മനസ്സിലാക്കിയിട്ട് തെറ്റിപ്പോയെന്ന് ഏറ്റുപറഞ്ഞ് നമ്മളെ ഈ പാപത്തിന്റെ കറയെല്ലാം കഴുകിക്കളയുന്ന ആ ഒരു ശുശ്രൂഷയാണ് സ്നാനം, ജ്ഞാനസ്നാനം. സ്നാനം എന്ന് പറയുന്നത് കുളിക്കുകയാണ്, കഴുകുകയാണ്.
എപ്പോഴാണ് നമ്മൾ കുളിക്കുന്നത്? ചെടി പിടിക്കുമ്പോഴല്ലേ. നമ്മുടെ ജീവിതം മുഴുവൻ്റെയും സ്നാനമാണ് ജ്ഞാന സ്നാനം. ആത്മീയമായിട്ട് നമ്മൾ അഴുക്കെല്ലാം മാറി ജനിക്കുന്നു. മാമോദിസയെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്നാമത്തെ കൂദാശ, അതുപോലെ സഭയുടെ അംഗങ്ങളായിട്ട് നമ്മൾ മാറുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ദൈവം മക്കളായിട്ട് തീരും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ മുൻപ് അതിൻ്റെ അക അനുഭവമായിട്ട് സംഭവിക്കുന്ന എന്താണ്? പാപമോചനമാണ്. അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസപ്രാർത്ഥന ചൊല്ലുന്നത്, പാപമോചനത്തിനുള്ള ഏക മാമോദീസയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന്. അപ്പൊ സ്നേഹമുള്ള സഹോദരനെ നോക്കിക്കേ, ഈ പാപമോചനം എത്ര മർമ്മപ്രധാനമാണ്. അപ്പൊ നമ്മൾ കർത്തൃപ്രാർത്ഥന 7 യാചനകളിൽ ഓരോന്ന് കണ്ടുവരുമ്പോൾ ഒന്നും മാറ്റി വെക്കാൻ പറ്റുന്നില്ല. ഇത് പാപമോചനം, ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങൾ ക്ഷമിക്കണമേ. ദൈവം ക്ഷമിച്ച് പാപം മായണം. അങ്ങനെ മാഞ്ഞെങ്കിൽ മാത്രമേ പിശാചിന്റെ അവകാശം മാറുകയുള്ളൂ. ഈ പാപം മായ്ച്ചു കളയാനായിട്ട് മനുഷ്യർക്കൊന്നും സാധിക്കത്തില്ല. പാപം ക്ഷമിക്കാൻ മനുഷ്യക്കാർക്ക് അധികാരമില്ല, ദൈവത്തിന് മാത്രമേ അധികാരം ഉള്ളൂവെന്ന് യഹൂദര് തന്നെ ഈശോ പാപം ക്ഷമിക്കുന്ന അവസരത്തില് ആശ്ചര്യപ്പെട്ട് പറയുന്നത് നമുക്ക് കാണുന്നുണ്ട്. തളവാത രോഗിയോട് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക എന്ന് ഈശോ പറയുന്ന സംഭവം, അതിനു മുമ്പ് ഈശോ പറഞ്ഞത് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്നാ. ലൂക്ക 5-ാമത്തെ അധ്യായത്തില് 20-ാമത്തെ വാക്യം. പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരുന്നു, ദൈവത്തിന് മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്ന് അവർ യഹൂദര് അവർ പിറുപിറുക്കുകയാണ്. അപ്പൊ ഈശോ അവിടെ തെളിവ് കൊടുക്കുകയാണ്, ദൈവത്തിന് മാത്രമേ പാപം ക്ഷമിക്കാൻ പറ്റുള്ളൂ, അല്ലേ? ശരിയാ, നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാനിപ്പോ പറഞ്ഞ് പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, അത് സംഭവിച്ചില്ല നിങ്ങൾ പറയുന്നത് അല്ലേ? ഞാൻ വേറെ കാര്യം പറയാം. ബാഹ്യമായിട്ട് കണ്ണോട് കാണാവുന്നത് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകും. ഈശോ പറഞ്ഞ കാര്യം സംഭവിച്ചു. അപ്പൊ കാണാവുന്ന കാര്യം ഈശോ പറഞ്ഞത് സംഭവിച്ചെങ്കിൽ കാണത്തില്ലാത്ത ആത്മീയമായ കാര്യം ഈശോ പറഞ്ഞതും സംഭവിച്ചു എന്നവിടെ ഈശോ തെളിവ് കൊടുക്കുകയാണ്. അപ്പൊ അതുവഴി എന്താ വ്യക്തമാകുന്നത്? ഈ സംസാരിക്കുന്ന ഈശോ മനുഷ്യനല്ല, ദൈവമാണ്. ദൈവത്തിന് മാത്രമേ പാപം ക്ഷമിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അധികാരമുള്ള ദൈവം തന്നെയായ ഈശോ ഉത്ഥാനത്തിന് ശേഷം അപ്പസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്കറിയാം. യോഹന്നാൻ സുവിശേഷം 20-ാമത്തെ അധ്യായത്തില് 23-ാമത്തെ തിരുവചനത്തില്, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ ബന്ധിക്കപ്പെട്ടിരിക്കും. അധികാരം കൊടുക്കുന്ന പാപങ്ങൾ ക്ഷമിക്കാൻ. അതുകൊണ്ട് സഭയിൽ നമുക്ക് പാപമോചനത്തിന്റെ കുദാശ നമുക്ക് ഉള്ളത്. ഇത് മർമ്മപ്രധാനമായ കാര്യമാണ്. ഈ പാപമോചനം അത് സംഭവിക്കാൻ എന്ത് വേണം? ലഭിക്കാൻ എന്ത് വേണം? പാപങ്ങൾ ഏറ്റുപറയണം. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാമത്തെ അധ്യായത്തില് 9-ാമത്തെ തിരുവചനത്തില്, പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ കരുണാനിധിയും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതിയും അവൻ ശുദ്ധീകരിക്കുകയും ചെയ്യും. എങ്ങനെ ശുദ്ധീകരിക്കും? അവിടെ 1 യോഹന്നാൻ 1-ന്റെ 7-ാം വാക്യത്തിൽ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കും. ഹെബ്രായ ലേഖനത്തിന്റെ 9-ാമത്തെ അധ്യായത്തില് 12, 13, 14 വാക്യങ്ങളില്, കുഞ്ഞാടിന്റെ പോലെയുള്ള കറയില്ലാത്ത യേശു ക്രിസ്തുവിന്റെ അമൂല്യമായ രക്തത്താലാണ് നമ്മുടെ അന്ധകരണങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാനുള്ള യോഗ്യതയിലേക്ക് നമ്മൾ കയറി വരിക എന്ന് പഠിപ്പിക്കുന്നത് കാണാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഈ പാപമോചനം എന്ന് പറയുന്നത് ഈശോ കൊണ്ടുവന്ന രക്ഷയുമായിട്ട് ആഴത്തിന് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പാപത്തെക്കുറിച്ച് അനുതാപമില്ലായ്മ, പാപം ഏറ്റുപറയുന്ന മനസ്സില്ലായ്മ, പാപമോചനം പ്രാപിക്കാനുള്ള സന്നദ്ധതയില്ലായ്മ, ഈ അവസ്ഥയിൽ പോകുന്ന ഒരു വ്യക്തിക്കും, ആ വ്യക്തി എത്ര വലിയ ക്രൈസ്തവ വിശ്വാസിയെന്ന് അവകാശപ്പെടുന്ന വ്യക്തിയോ ക്രൈസ്തവ ശുശ്രൂഷകരൊക്കെ ആണെങ്കിൽ പോലും ഈശോ കൊണ്ടുവന്ന രക്ഷയുടെ അനുഭവം എന്താണെന്ന് രുചി പോലും കിട്ടത്തില്ല. ഇത് ചില പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ക്രൈസ്തവ വിശ്വാസം വളരെ നിർജീവമായി കെട്ടുപോകുന്ന അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം പാവബോധമില്ലെന്നായത് എന്നാണ് എന്ന് അനേകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പാവബോധമില്ല, പശ്ചാത്താപമില്ല, കുമ്പസാരം ഒട്ടുമില്ല. ജീവിതം എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകുന്നു, പാവത്തിന്റെ അവസരമൊക്കെ തുടരുന്നു. ആ അവസ്ഥയിൽ വന്ന് കുർബാന സ്വീകരിക്കുന്നു, തിരുക്കൾ പങ്കെടുക്കുന്നു, പള്ളിയിലൊക്കെ വ്യാപരിക്കുന്നു, സഹകരിക്കുന്നു, നടക്കുകയാണ്. അങ്ങനെ പോകുന്നവർക്ക് വിശ്വാസത്തിന്റെ കാര്യം തന്നെ ഒന്നും അറിയാനേ പറ്റത്തില്ല. കാരണം അവര് പിശാചിന്റെ അടിമത്തത്തിലാണ്. ഈശോ നേടിയെടുത്ത രക്ഷ, കൊണ്ടുവന്ന രക്ഷ, നമുക്ക് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന രക്ഷ, ഒരുക്കിയിരിക്കുന്ന രക്ഷ പാപമോചനം വഴിയുള്ള രക്ഷയാണ് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് നമ്മുടെ ഉള്ളതിൽ കുറിക്കാം. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള യാചന അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇനി പാപങ്ങൾ മോചിക്കപ്പെട്ടിരുന്നില്ല എങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് വരും ശേഷം അതേക്കുറിച്ച് കാണാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.